കാട്ടാനപ്പേടിയിൽ കഴിയുകയാണ് മലപ്പുറം നിലമ്പൂർ അപ്പൻ കാപ്പ് നഗറിലെ 123 കുടുംബങ്ങൾ. ഏത് നിമിഷവും കാട്ടാന എത്തുന്ന ആദിയിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. വനംവകുപ്പ് ഇടപെടാത്തതും നാട്ടുകാരിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. കുട്ടികളെ സ്കൂളിലേക്കോ അംഗൻവാടികളിലേക്കോ പറഞ്ഞയക്കാനാകുന്നില്ല. പുരുഷന്മാർക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയുന്നില്ല. രാത്രിയിൽ സ്വസ്ഥമായി അന്തിയുറങ്ങാൻ പോലും ആകാതെ കഴിയുകയാണ് പോത്തുകൽ മുണ്ടേരിയിലെ അപ്പൻകാപ്പ് നഗറിലെ കുടുംബങ്ങൾ. ഇടയ്ക്കിടെ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നതാണ് ഇവരെ ഭീതിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് കാട്ടാന ഇറങ്ങിയത്. അപ്പൻകാപ്പ് നഗറിലെ അംഗൻവാടിയുടെ മുറ്റത്തെത്തിയിരുന്നു കാട്ടാന. തലനാരിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഓടി രക്ഷപ്പെടുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ദൈവത്തിനോടാണ് നന്ദി പറയുന്നത്. കാരണം ആ വരവ് ഇതിലെ നേരെ പോയിരുന്നെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന കുറെ കുട്ടികളുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുമായിരുന്നു. ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അതിലെ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ് ഒരു വലിയ എന്താ പറയാ, അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ. ഞാൻ ഇവിടുന്ന് അതിലെ വരുമ്പോ എല്ലാ കുട്ടികളും എന്നും റോഡിൽ കൂടെയാണ് കളിക്കുക. അത് രാത്രി 6:30 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾ എല്ലാവരും അകത്തേക്ക് പോകുള്ളൂ. അപ്പൊ ഈ ആന വന്ന സാഹചര്യത്തിൽ ഇതുവരെ ആയിട്ട് ഇത് സോളാർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. വനവാസി കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നവരിൽ ഏറെയും. സമീപത്തെ പുഴയുടെ ഇരുവശത്തുമായി 123 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പുഴ മുറിച്ചു കടന്നും കാട്ടാനകൾ ഇവിടേക്ക് എത്താറുണ്ട്. ആന വണ്ടി വന്നത് ആനക്ക് പിരാന്താൻ തോന്നി. ഞാൻ വിറകുണ്ടാക്കും. ഈ കുട്ടിയും തളയിലെ വീഴുന്നത് മറ്റ പൊട്ടനാണ്. കുറച്ചുകൂടി തട്ടി കുട്ടികളൊക്കെ അച്ഛനും ആ ചെറുക്കനും ഞാൻ കാട്ടിക്ക് പറഞ്ഞു പോയി. ഇത്തരക്ക് അച്ഛനും അമ്മയെ നിന്നു. അത് ഞാൻ കാട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നു. അതും ഉണ്ടാകുന്നു. വനമേഖല ആയതുകൊണ്ട് തന്നെ ആനകൾ വരുന്നതിൽ വലിയ കാര്യമില്ലെന്ന നിലപാടിലാണ് വനം വകുപ്പ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ നടപടികളുടെ ആവശ്യമില്ലെന്നും നിസാരവൽക്കരിക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ജനം, മലപ്പുറം.